ബി.ജെ.പി. ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു നാടകത്തിന് അവസാനമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു രീതി ബി.ജെ.പിക്കുണ്ട്. എന്നാൽ പലപ്പോഴും നീതിപീഠത്തിന് മുന്നിലെത്തുമ്പോൾ ബി.ജെ.പിയുടെ വാദങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസാകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുവ മൊയ്ത്രയ്ക്കെതിരെ ബി.ജെ.പി. ഉയർത്തിയ ആരോപണങ്ങളിൽ മഹുവ മൊയ്ത്രയ്ക്ക് അനുകൂലമായ നിലപാട് കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അദാനിക്കെതിരെ ലോക്സഭയിൽ ചോദ്യമുന്നയിക്കുവാൻ വ്യവസായിയായ ദർശൻ ഹീരാനന്ദയിൽ നിന്നും പണവും അതുപോലെ തന്നെ സമ്മാനങ്ങളും കൈപ്പറ്റി എന്നുള്ള ആരോപണമാണ് ബി.ജെ.പിയുടെ നേതാവും ലോക്സഭാ അംഗവും കൂടിയായ നിഷികാന്ത് ദുബെ ഉന്നയിച്ചത്. തുടർന്ന് ആ ഒരു പരാതി എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുകയായിരുന്നു. ലോഗിൻ വിവരങ്ങൾ കൈമാറിയത് ഗുരുതരമായ കുറ്റമാണെന്നും അംഗത്തിനെതിരെ നടപടി വേണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തതോടെ ആ വിഷയത്തിൽ മഹുവ മൊയ്ത്രയെ എം.പി. സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കോടതിയിൽ മഹുവ മൊയ്ത്ര ജയിക്കുകയായിരുന്നു. ഇപ്പോഴാ ഡൽഹി ഹൈക്കോടതിയിലും മഹുവ മൊയ്ത്രയ്ക്ക് അനുകൂലമായ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മഹുവ മൊയ്ത്രയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാൻ CBIക്ക് അനുമതി നൽകിയ ലോക്പാൽ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. CBIക്ക് അനുമതി നൽകിയ ലോക്പാലിന് തെറ്റുപറ്റിയെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. മഹുവ മൊയ്ത്ര നൽകിയ ഹർജി ജസ്റ്റിസുമാരായ ക്ഷേത്രപാൽ ഹരീഷ് വൈദ്യനാഥ് ശങ്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത്. ലോക്പാൽ നിയമത്തിലെ സെക്ഷൻ 20 പ്രകാരം പ്രസക്തമായ വ്യവസ്ഥകൾക്കനുസരിച്ച് 1 മാസത്തിനുള്ളിൽ അനുമതി നൽകണമെന്നതാണ് കോടതി വിധിയിൽ ഉണ്ടായിരുന്നത്. മഹുവ മൊയ്ത്ര പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുന്നതായി ഒരു വ്യവസായിയിൽ നിന്നും പണവും അതുപോലെ തന്നെ സമ്മാനങ്ങളും കൈപ്പറ്റിയെന്നതാണ് മഹുവ മൊയ്ത്രയ്ക്കെതിരെ ഉയർന്ന ആരോപണം. എന്നാൽ ആ ഒരു വിഷയത്തിൽ ലോക്പാൽ സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി എന്നതാണ് മഹുവ മൊയ്ത്രയുടെ അഭിഭാഷകൻ വാദിച്ചത്. കുറ്റപത്രം തേടുന്നതിനു മുമ്പ് പൊതുപ്രവർത്തകരുടെ അഭിപ്രായം തേടണമെന്ന ലോക്പാൽ ലോകായുക്ത നിയമത്തിലെ 20(7) വകുപ്പ് പ്രകാരം ഇത്തരത്തിലൊരു വ്യവസ്ഥയുണ്ടെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ രേഖകൾ ഹാജരാക്കുവാൻ മഹുവ മൊയ്ത്രയ്ക്ക് അവകാശമില്ലെന്നും അഭിപ്രായങ്ങൾ പറയാൻ മാത്രമേ അവകാശമുള്ളെന്നും വാദിച്ച് CBI ഈ ഒരു ഹർജിയെ എതിർത്തിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും CBIയെ തടയണമെന്ന് മഹുവ മൊയ്ത്ര കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മഹുവ മൊയ്ത്ര വ്യവസായിയായ ദർശൻ ഹീരാനന്ദയിൽ നിന്നും കോഴപ്പണം വാങ്ങിയെന്ന ആരോപണത്തിൽ ലോക്പാൽ ശുപാർശ പ്രകാരം 2024 മാർച്ച് 21-ന് CBI FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ജൂലൈയിൽ CBI ലോക്പാലിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതാണിപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയത്. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ ബി.ജെ.പി. ഇത്തരത്തിൽ വളഞ്ഞ വഴികളൊക്കെ തേടാറുണ്ട്. എന്നാൽ കോടതിയിലെത്തുമ്പോൾ ബി.ജെ.പി. നേതാക്കൾക്ക് തലയിൽ മുണ്ടിട്ട് മടങ്ങേണ്ട അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്.